ഹായ് നമസ്കാരം. എൽക്കിരാജ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോ. നമ്മളിത് എത്തിയിരിക്കുന്നത് ചിറ്റൂരാണ്. ചിറ്റൂർ കൊങ്ങമ്പടയുടെ ഒരു ഐതിഹ്യം ഇതിന്റെ ബാക്കി പത്രമായിട്ട് വരുന്നത് ഒരു മലമ കളിയാണ്, കണ്ണിയാർ കളി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൽ കണ്ണിയാർ കളിയിൽ വണ്ണാത്തി വെട്ടം ചെയ്യുന്ന സന്തോഷ് കുമാർ ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. എങ്ങനെയാണ് ഇതിലേക്ക് സമുദായങ്ങളിൽ ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ചെറുപ്രായങ്ങളിൽ അവിടെ കളി കാണാൻ പോകും. പിന്നെ അതിൻ്റെ പ്രായങ്ങളെത്തിയപ്പോൾ 19ാമത്തെ വയസ്സ് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോൾ അത് 43-ന്റെ നിറവിൽ വന്നു. വയസ്സ് 61 കഴിഞ്ഞ് 62-ന് അപ്പോൾ ആ പ്രായം മുതൽ അന്ന് തുടങ്ങിയാണ് ഇത് നമ്മുടെ കലാശം കൊണ്ട് തുടർച്ചയായി ചെയ്യാൻ വളരെ കലാശം. അപ്പോൾ ചിറ്റൂരുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതെ അതെ, തുടർച്ചയായിട്ട് ഈ വേഷം അങ്ങനെയാണ് അത് മനസ്സിലേക്ക് തുടർച്ചയായിട്ടുള്ള, അതായത് കളിക്കാൻ ആളുണ്ടെങ്കിലും ആ പറയുന്ന കാണികളുടെ ഒരു ആവേശം, നമ്മളുള്ള ആ സമുദായക്കാരുടെ ഒരു ഇതും വരണം തുടർച്ചയായിട്ട് കളിക്കാൻ കാരണം അതാണ്. അതൊരു പ്രത്യേക ഗ്രേസ് ആണ്. താങ്കളുടെ ആ വേദിയിൽ കാണുമ്പോൾ തന്നെ പ്രത്യേക ഗ്രേസ് ഉണ്ട്. കാരണം ഇത്രയും പൊലിമ ഉണ്ട്. ആ വേഷം ചെയ്യുമ്പോൾ ഒരു പൊലിമയോടുകൂടി വേഷപ്പറ്റ് അതിന്റെ ഉള്ളതായ ഒരു വാണാക്ക്, അതായത് ഒരു ജനങ്ങളെ ഇരുത്താൻ ഒരു കഴിവ്. എവിടെ പാചകങ്ങളാണല്ലോ അതില്, പാചക കസർത്തുണ്ട് ഇതിൽ കൂടുതൽ. അതുപോലെയുള്ള കാലുകൾ, 1-ാം കാല്, 2-ാം കാല്, 3-ാം കാല്, 4-ാം കാല്, സാരിക്കാല്, തട്ടുകാല്, ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ. ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ആ പാട്ടോടുകൂടി ആ താളവും ചെണ്ടയോടും ആ പറയുന്ന താളം ഇലത്താളത്തിൻ്റെയും അതിനനുസരിച്ച് നീങ്ങിപ്പോകുമ്പോൾ നമ്മളറിയാണ്ട് തന്നെ അതിൽ ലയിച്ച് കളയും. അതാണ് സംഭവം ഉണ്ടാകുന്നത്. അതൊരു കല. താങ്കളുടെ ഗുരു ആരാണ്? എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് പരമേശ്വര മണ്ണാടിയാര്, വേലായുധ മണ്ണാടിയാര്. പിന്നെ ഇതിലൊരു ആക്ടർ, നല്ലൊരു ആക്ടർ ഉണ്ടായിരുന്നു, മന്ത്രി മണ്ണാട്ടപ്പൻ. അയാളെ ഞങ്ങൾ രാശിപ്പേട്ടൻ എന്നൊക്കെയാണ് പറയുക. അങ്ങേരിപ്പം മൺമറഞ്ഞു. പക്ഷെ എൻ്റെ കൂടെ ഒരു 35 വർഷത്തോളം മേലെ അങ്ങേരും ഞാനും ഒരുമിച്ച് പരമേശ്വര മണ്ണാടിയാര്, വേലായുധ മണ്ണാടിയാര്, ഈ രാശി മണ്ണാടിയാര്. പിന്നെ എൻ്റെ കൂടെ ആദ്യം മണ്ണാത്തിയായിട്ട് 1-ാമത്തെ വർഷം കളിച്ചിട്ടുള്ള ചക്രവാണി പറയുന്ന ആളാണ് ഇപ്പോൾ ഈ പറയുന്ന സ്റ്റേജില് ഗുരുതുല്യനായിട്ട് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് മലമ കളി എന്ന് പറയും. മറ്റുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ഭാഗങ്ങളിൽ മാത്രമേ മലമ, ചിറ്റൂർ മാത്രമേ മലമ എന്ന് അറിയപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളവിടെ കണ്ണിയാർ കളിയെ അറിയപ്പെടുന്നു. അപ്പോൾ കണ്ണിയാർ കളിയിലെ മണ്ണാത്തി എന്നുള്ള അനുഷ്ഠാന വേഷമാണ് ഇന്ന് വരെ ചെയ്തത്. നമ്മുടെ ചിറ്റൂർ കൊങ്ങമ്പട കഴിഞ്ഞ് എത്രാമത്തെ വർഷമാണ്? കൊങ്ങമ്പട തിങ്കളാഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള ബുധനാഴ്ച ചെയ്യുന്നതാണ് ഈ മലമ. അവിടെ ചിറ്റൂരിനെ സംബന്ധിച്ച് ബുധനാഴ്ച കണ്ണിയാർ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഉമ്മാട്ടി കഴിഞ്ഞാൽ തിങ്കളാഴ്ച കൊങ്ങൻപട, ബുധനാഴ്ച മലമ. അങ്ങനെ ഓരോരോ വിശേഷങ്ങളായിട്ട് മാറി. ചിറ്റൂരിൽ എന്നും ഉത്സവമാണ്. അതൊരു പ്രത്യേകത അങ്ങനെയാണ്. ശോകനാശിനി തീരത്താണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ഒരു വൈബാണ് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം? ഭാര്യ, 2 പെൺമക്കളാണ്. ഭാര്യ എപ്പോഴും ടീച്ചറെ വർക്ക് ചെയ്യുന്നത്. ഇത് 2 പെൺകുട്ടികളെ കല്യാണം. എങ്ങനെ സന്തോഷന്റെ ബാല്യകാല സുഹൃത്തു കൂടിയാണ്? അതെ അതെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഓക്കെ. 10ാം ക്ലാസ് വരെ ചിറ്റൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഒരുമിച്ച് 10ാം ക്ലാസ് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പൊ എന്റെ അച്ഛൻ പലചേര കണ്ണിയാർ കളി ആശാനാണ്. അപ്പൊ എനിക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ട്. ഈ കളി എങ്ങനെ ആസ്വദിക്കാം എന്നുള്ളത് എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഇവിടെ ഒരു ആസ്വാദനം പൊറാട്ട പറയുമ്പോൾ, മണ്ണാത്തി പൊറാട്ട വരുമ്പോഴാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആവേശം. ബാക്കി പൊറാട്ടകളൊക്കെ ഉണ്ട്, എല്ലാ ജാതിയിൽക്കാരെ കുറിച്ചിട്ടുള്ള പൊറാട്ട ഉണ്ട് ഈ കണ്ണിയാർ കളിയിൽ. അതിൽ ഇവിടെ കളിക്കുമ്പോൾ സന്തോഷിന്റെ മണ്ണാത്തി ഒരു ഫേമസ് ആണ്. ആ കളിക്കൽ ഓരോ തറിയിലും ഓരോ ആൾക്കാർ. വലശ്ശേരി എടുത്തു കഴിഞ്ഞാൽ ദ്വാരകാകൃഷ്ണൻ പറയാനുള്ള കുറച്ച് പൊറാട്ടുണ്ട്, ഫേമസ് ആണ്. എന്ന് ചിറ്റൂരിന്റെ ഫേമസ് എന്ന് പറയുന്നത് സന്തോഷിന്റെ മണ്ണാത്തി പൊറാട്ടാണ്. അത് 10-43 കൊല്ലമായി ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ കല തുറന്നു പോകണം, എല്ലാവർക്കും ഇതിനെ ആസ്വദിക്കാൻ
ചുറ്റൂർ അനുഗ്രഹിക്കട്ടെ എന്ന് പൊതുവേ ഞാനിപ്പോ ഇതിന് മാത്രം ഇത് വർഷത്തിലേക്ക് പിന്നെ ഞാനിപ്പോ ഇവിടെ 43-ാം വർഷമാണ് കളിക്കുന്നത്. ഞാൻ പൊതുവെ 53 സ്റ്റേജായി. കാരണം തത്തമംഗലം ചീറുമ്പക്കാവില് രണ്ട് തവണ പോയിട്ടുണ്ട്. പിന്നെ ഷടാനന് നാനിക്കത്ത് അങ്ങേരുടെ 60-ാം പിറന്നാളിന് തത്തമംഗലത്ത് ഒരു ക്ഷണം ഉണ്ടായിരുന്നു. അങ്ങേരെ ഒരു ക്ഷണം ഉണ്ടായിരുന്നു. അത് ക്ഷണം സ്വീകരിച്ച് ഞാനവിടെ ഒരു അവതരണം നടത്തി. വല്ലേങ്ങി ദേശത്തില് ഒരു 3 ഇയേഴ്സ് വല്ലേങ്ങി ദേശത്തിൽ പോയി കളിക്കുന്നുണ്ട്. പിന്നെ ചെന്നൈയിൽ ഒരു പ്രോഗ്രാം ചെയ്യണം പറഞ്ഞിട്ട് ഒരാൾ ക്ഷണിച്ചു. അവിടെ ചെന്നൈയിൽ പോയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. പിന്നെ ഈ നമ്മള് ഇവിടെ നിറമാലയായിട്ട് ബന്ധപ്പെട്ട് നേരത്തെയൊക്കെ ആശാൻ പറയും നമുക്കിന്ന് കളിക്കണം. അങ്ങനെ ആശാൻ പറഞ്ഞ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് മേക്കപ്പെടും കളിക്കണം. ഈ കളിയല്ലാതെ താങ്കൾ പറയുന്നത് ഞാൻ ആധാര എഴുത്തുകാരനാണ്. പിന്നെ പൊതുജന അയ്യപ്പക്ഷേത്രം വാൽമുട്ടിയിലെ പൊതുജന അയ്യപ്പക്ഷേത്ര സെക്രട്ടറിയാണ്. പിന്നെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എല്ലാ കാര്യങ്ങളും. ഭഗവതരെയും ഭഗവാന്റെയും അയ്യപ്പന്റെയും ഒക്കെ കടാക്ഷം കൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. പിന്നെ ഇതിന്റെ ഒരു ഐതിഹ്യം അറിയോ? അതിന്റെ കന്യാർകളിൽ ആലുമ പറയുമ്പോൾ ഈ പറയുന്ന ദേവിയുടെ കോപം തീർക്കുക, അതായത് ഈ ഞങ്ങൾ ആണുങ്ങളെ പെൺവേഷം കെട്ടുന്നത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഭഗവതി ആ നേരത്തെ സന്നിധിയിൽ ഉണ്ടെന്നാണ് വിശ്വാസം. അതാണല്ലോ ആട്ടവിളക്ക് ആദ്യം കൊളത്തും ഭഗവതിക്കുള്ള പൂജ കഴിയും. അതില് തുടങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്ന കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. അപ്പൊ ഭഗവതി ആ സന്നിധിയിൽ ഇരുന്ന് ഭഗവതി ആഹ്ലാദിച്ചു, ചിരിച്ചു. ഈ മലമ എന്ന് പറയുന്നത് നമ്മള് കോമഡിയാണ്. കോമഡി പറഞ്ഞാൽ അത് ഓരോ ജാതിയെ സംബന്ധിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ കഥ ഉണ്ടാക്കിയത് പൂർവികരുണ്ടാക്കിയതിനെ നമ്മളിപ്പോഴും അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജാതി പറയാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. എങ്കിലും ഈ ആചാരത്തിന് യാതൊരു മാറ്റവും ഇല്ല. നാടൻ ഭാഷയിൽ ഇതിന് പൊറാട്ട് നാടകത്തിന്റെ വകഭേദമാണ്. പൊറാട്ട് നാടകത്തിന്റെ ഒരു വകഭേദം തന്നെയാണ് ഈ കന്യാറുകളി. പക്ഷെ ഇപ്പോഴും പൊറാട്ട് നാടകങ്ങൾ ധാരാളം ഉണ്ട്. നല്ലോണം സർക്കാർ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജാതി പ്രശ്നങ്ങളല്ല. പക്ഷെ അത് മുൻ തലമുറക്കാർ എന്ത് ചെയ്തു അതിന് പിൻതലമുറക്കാര് അതിന് കൊണ്ടു നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ദേവീ ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ കാണാറുള്ളത്. ഇപ്പൊ നമ്മുടെ ചിറ്റൂരുണ്ട്, എലവഞ്ചേരിയിലുണ്ട്, കൊടുവായൂരുണ്ട്, നെന്മാറയിലുണ്ട്, ഇങ്ങനെ പല്ലശ്ശേരിയിലുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഭഗവതിയെ തൃപ്തിപ്പെടുത്തും. ഭഗവതിക്ക് വേണ്ടിയിട്ട് ഒരു ഉത്സവം കഴിയുമ്പോൾ അതിന്റെ ഓരോരോ കാലഘട്ടങ്ങളിൽ നമ്മളവിടെ കൊങ്ങമ്പട കഴിഞ്ഞിട്ട് ചില ഭാഗങ്ങളിൽ വിഷുവേല കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോ വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം താങ്കളുടെ അനുഭവത്തിൽ വിളിച്ചെന്നുമാണ് ഓരോ നമ്മൾ പുതിയ തലമുറയ്ക്ക് പകർന്നതിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ. പുതുതലമുറ വരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ എന്നോട് എല്ലാവരും പറയാറുണ്ട് ഒരു 50 കൊല്ലമെങ്കിലും തയ്ക്കണം. അത് ദൈവകടാക്ഷം പോലെ ആയുസ്സും ആരോഗ്യവും ചിറ്റൂർ ഭഗവതിയും ശാസ്താവും കൂടെ തരട്ടെ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് നിലനിൽക്കുന്നു വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വളരെ സന്തോഷമാണ്. കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്.